ഹലോ ഫ്രണ്ട്സ്, 2010 നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമ റിലീസിനെത്തുന്നത്. മലർവാടി ആർട്സ് ക്ലബ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ അന്ന് ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു. സിനിമയിലെ പാട്ടുകളും വേറെ ലെവൽ ഹിറ്റ് തന്നെയായിരുന്നു. അതിനുശേഷം 2012 തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് എൻ്റർടൈനർ സിനിമ പുറത്തിറക്കി. അതിനുശേഷം 2013 പുള്ളിക്കാരൻ ട്രാക്ക് അങ്ങ് മാറ്റി ഒരു കിടിലം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലുള്ള തിര എന്ന് പറയുന്ന സിനിമ പുറത്തിറക്കി. സിനിമ അന്ന് ഹിറ്റായിരുന്നെങ്കിൽ പോലും പക്ഷേ അത്ര ഒരു ബ്ലോക്ക് ബസ്റ്റർ രീതിയിലേക്ക് പോയില്ല. എന്നാലും ഒരു ആവറേജ് ഹിറ്റിൽ മാത്രം ഒതുങ്ങി. ഒരു കിടിലം ത്രില്ലർ മോഡിലുള്ള സിനിമ അർഹിച്ച വിജയം കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. ഈ സിനിമയ്ക്ക് ശേഷം ജേക്കബിൻ്റെ സ്വർഗരാജ്യം വന്നു. അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഹൃദയം എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങി. അന്ന് ചെറിയ ട്രോളും ഹേറ്റേഴ്സൊക്കെ സിനിമ കൊണ്ടെങ്കിൽ പോലും സിനിമ ഹിറ്റായിരുന്നു. അതിനുശേഷം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അതിനും ഈ സിനിമയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേര് തിയേറ്ററിൽ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം ഇന്ന് ഒരു സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു. കരം എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലറെല്ലാം കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു ത്രില്ലർ മൂഡിലുള്ള സിനിമയാണ്. അതിനുശേഷം കുറേ നമുക്ക് പരിചയമുള്ള കുറച്ച് മുഖങ്ങൾ സിനിമയിൽ കണ്ടായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചല്ലായിരുന്നു ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നത്. പുള്ളിക്കാരൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ സിനിമയിൽ ഒരു കിടിലൻ മസ്റ്റാങ്ക് കാർ ഓടിച്ചോണ്ട് വരുന്നുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ട്. പിന്നെ ട്രെയിലർ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രെയിലർ കട്ടിനകത്ത് ഒരു ഒറ്റ സീൻ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര. ഓക്കെ, ഡയറക്ടർ ഓഫ് തിര വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നേ മക്കളെ ആ ട്രെയിലർ കട്ടിലെ ഓരോ സീൻസും ആ ഒരു ക്യാമറ വർക്കും ഞാൻ തന്നെ വിചാരിച്ചു പോയി. ഈ ഹൃദയം എന്ന സിനിമയും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എടുത്ത നമ്മുടെ ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ തന്നെയാണോ ഈ സിനിമയും ഡയറക്റ്റ് ചെയ്യുന്നത്? ഇത് തിരയല്ല, അതൊക്കെ മേലെയുള്ള ഫ്രെയിംസ് തന്നെയാണ് ഈ സിനിമയിൽ, അതായത് കരം എന്ന് പറയുന്ന സിനിമയിലുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയിലുണ്ട്. നമ്മുടെ ബാബുരാജുണ്ട്, പിന്നെ മനോജ് കെ ജയനുണ്ട്, പിന്നെ നമ്മുടെ കലാഭവൻ ഷാജു എന്ന സിനിമയിലെത്തുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാനും സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് വരാൻ പോകുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കിടിലം എഡിറ്റിംഗ് ആട്ടാ. തിര എന്ന സിനിമ അന്ന് ഇറങ്ങിയ സമയത്ത് നമുക്കത്ര പരിചിതമല്ലാത്ത ധ്യാൻ ശ്രീനിവാസനെ കണ്ട് നമ്മളെല്ലാവരും ഇമ്പ്രസീവായി. അതേപോലെ തന്നെ ആയിരിക്കും നോബൽ തോമസിൻ്റെ കാര്യത്തിൽ. പുള്ളിക്കാരൻ അത്യാവശ്യം സിനിമയിൽ ഒരു നല്ല പെർഫോമൻസ് കാണിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ റിലീസ് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസമായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. സിനിമാറ്റോഗ്രാഫി എന്തായാലും കൊള്ളാം. ഒരു ഹോളിവുഡ് ലെവലൊന്നും പറയത്തില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.